ഹേ ഓൾ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഒരേപോലെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. വേറെ ഒന്നല്ല, നമ്മൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് തന്നെ. അതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയിം സ്ലിപ്സ് ആണ്. നെയിം സ്ലിപ്സ് ഒന്നും ഇല്ലാതെ എന്ത് പരിപാടിയില്ലേ? ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ മക്കളൊക്കെ കുറച്ചധികം പ്രയോറിറ്റി കൊടുക്കുന്ന സംഭവമാണ് ഈ നെയിം സ്ലിപ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ പിക്ചർ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് മതിയാവില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലോ അടിപൊളിയാവില്ലേ? അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് എത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയിം സ്ലിപ്സ് ആണ്. ഇങ്ങനത്തെ കവായി സ്റ്റിക്കേഴ്സൊക്കെ ഒരുവിധം എല്ലാവരുടെ കയ്യിലുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഇതില്ലാത്തവരോ അല്ലെങ്കിൽ ഇത് വേണ്ടാന്നുള്ളവരോ ആണെങ്കിൽ സ്റ്റിക്കേഴ്സ് വരച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റിക്കേഴ്സ് അല്ല, പിക്ചേഴ്സ് വരച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റിക്കർ ഉണ്ടാക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയാവൂലേ? അതുപോലെ തന്നെ പിൻട്രസ്റ്റിൽ പോയിട്ട് ഇമേജ് ഡൗൺലോഡ് ചെയ്യുക, പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുക്കുക. ആ ഒരു പ്രോസസ്സ് തന്നെ ഇങ്ങനെ സ്ലിപ്സിൻ്റെ സൈഡിലായിട്ട് ചെയ്തെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും അടിപൊളിയായിട്ട് നെയിം സ്ലിപ്സ് ഉണ്ടാക്കാൻ പറ്റുമേ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള സ്കെയിൽസ് ആണ്. കുറച്ചൊന്നല്ല, 2 എണ്ണം. ഈ ഒരു സ്കെയിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എടുക്കുന്ന പേപ്പർ നല്ല കട്ടിയുള്ളതായിരിക്കണം. ഇനി അതല്ല, നിങ്ങളിൽ കാർഡ്സോ മറ്റോ ഉണ്ടെങ്കിൽ അതെടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഏതെങ്കിലും ഒരു ബേസ് എടുത്തിട്ട് വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെന്താ, ഒരു സ്കെയിലിൻ്റെ വലുപ്പത്തിൽ അങ്ങോട്ട് മുറിച്ചെടുത്തോളി. പിന്നെ നമ്പേഴ്സ് എഴുതുമ്പോഴും സെൻറ്റിമീറ്റേഴ്സ് അടയാളപ്പെടുത്തുമ്പോഴും കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എഴുതുമ്പോൾ 0 മുതൽ എഴുതാൻ മറക്കണ്ട. നമ്മൾ കോമൺ ആയിട്ട് എഴുതണ പോലെ 1 മുതൽ അങ്ങോട്ട് എഴുതണ്ട. ഞാൻ എഴുതിയിരിക്കണ്. നമ്പേഴ്സൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള ഒഴിവുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി. ഇതും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പിൻട്രസ്റ്റിൽ കണ്ട പോലെ ട്യൂലിപ്പ് ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കണേ. പിന്നെ ഇത് ഡെയിലി യൂസിന് പറ്റിയൊരു ഐറ്റം ഒന്നുമല്ല കേട്ടോ, ഒരു ഫാൻസി ഐറ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് വിചാരിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കണ്ട, അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും. ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ ഈ പെയിൻറ്റിങ്സ് ഒക്കെ ട്രാൻസ്പാരൻറ്റ് സ്കെയിലിൽ വരയ്ക്കണതാണ് കേട്ടോ. അങ്ങനെ സ്കെയിലിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവും കുറച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്കെയിൽ അങ്ങനെ അവൈലബിൾ അല്ല. ഇനി അവൈലബിൾ ആവുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതാവുമ്പോഴും കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തൽക്കാല ആവശ്യത്തിന് വേണ്ടിയിട്ട് ബുക്കിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് വർക്കിംഗ് ആണോ എന്ന് ചിലർക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവും. എന്താ കണ്ടോളി, അടിപൊളിയായിട്ട് ലൈനായിട്ട് വരുന്നുണ്ട്. ഇനി നനയോ മറ്റോ ചെയ്ത് കേടാവണ്ടെന്നുള്ളവർക്ക് സ്കെയിലിൻ്റെ 2 സൈഡിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സെറ്റായി. അടുത്തതായിട്ട് മിനി നോട്ട്ബുക്കാണ് ചെയ്യുന്നത്. മിനി നോട്ട്ബുക്ക് എന്ന് വെച്ചാൽ അത്ര അങ്ങോട്ട് മിനിയേച്ചർ വേർഷൻ ഒന്നും അല്ല, പക്ഷേങ്കിൽ ചെറുതാണ്. കുറച്ച് യൂസ്ഫുൾ ആക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സൈസിൽ എടുക്കണം കേട്ടോ. മറ്റേത് ഭയങ്കര ചെറുതായിരിക്കുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഇതിനപേക്ഷിച്ചൊക്കെ. എന്നാൽ എന്തെങ്കിലും കാര്യമായിട്ട് എഴുതാന്നൊക്കെ വെക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ സ്പേസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ചെറുതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പേപ്പറിൻ്റെ സൈസ് കുറച്ചെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക. കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്കിലെ പേജസ് ഒക്കെ എന്തായാലും കുറച്ചെങ്കിലും ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഒരു മിനി റഫ് പോലെ തന്നെ ആക്കാം. ഇനി അത് ബാക്കിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പ്രിൻസോ A4 എന്ത് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ പറഞ്ഞ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കണ്ട പ്രോസസ്സിലൊക്കെ കൊണ്ട് ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ പെയിൻറ്റും ചെയ്തിരിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാറ്റേൺ പേപ്പേഴ്സോ അല്ലെങ്കിൽ കളർ പേപ്പേഴ്സോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എനിക്കാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടം, കുറച്ച് ഈസിയും ഇത് തന്നെയാണ്. പിന്നെ വൈറ്റ് പേപ്പറൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുള്ള് കഴിവുകളും പുറത്തിറക്കി പെയിൻറ്റിങ്സോ ചിത്രങ്ങളോ എന്ത് വേണമെങ്കിലും വരച്ചെടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാനിപ്പോൾ എന്താ ട്യൂലിപ്പുമ്മ കൂടിക്കണമെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ വേറെ ഒന്നല്ല, എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പെയിൻറ്റിങ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ അതും സെറ്റായി. നെക്സ്റ്റ് ആയിട്ട് പേപ്പർ പെൻസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ കുറച്ചധികം എക്സൈറ്റ്മെൻറ്റോട് കൂടി ഉണ്ടാക്കിയ സംഭവമാണ്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഓർമ്മയിൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോണേ. സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകണം എന്നുള്ളവർ ഇതെന്തായാലും ട്രൈ ആക്കിക്കോ. ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക, അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പിക്ചേഴ്സ് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എടുക്കുന്ന റീഫില്ലറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ആ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാറ്റേൺസ് വരച്ച സൈഡല്ല, അപ്പുറത്തെ സൈഡ്. അവിടെയാണ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ ഫെവിക്കോളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് റീഫില്ല് വെച്ച് റോൾ ചെയ്യേണ്ട ഭാഗം. എന്നാലേ നമ്മൾ റോൾ ചെയ്ത് ലാസ്റ്റിലെത്തുമ്പോൾ പാറ്റേൺസ് പുറത്തേക്ക് കാണുള്ളൂ. ഇതും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പാറ്റേൺ പേപ്പേഴ്സോ മറ്റോ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങനെ ബ്രഷ് പെൻസൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ബ്ലാക്ക് ഔട്ട്ലൈൻ ഇടാനും മറക്കണ്ട കേട്ടോ. ഞാനിതിൽ മറന്നു പോയതാണ്, ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ആ റോൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നോക്കിയിട്ട് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. റീഫില്ലറിൻ്റെ നിബിൻ്റെ ഭാഗത്തു നിന്ന് റോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റിലൊക്കെ കുറച്ച് ചെരിച്ച് വേണം കേട്ടോ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ പിടിക്കുന്ന ഭാഗം ഇങ്ങനെ കുറച്ച് ഷാർപ്പായ പോലെ നിൽക്കുള്ളൂ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിലൂടെ സീഡ്സ് ഉണ്ടല്ലോ, ചെടികളെ വിത്തൊക്കെ, അങ്ങനെ 2 വിത്തൊക്കെ വേണമെങ്കിൽ അതിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് ബാക്കിൽ സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി.
സംഭവം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് വലിച്ചെറിയുമ്പോൾ അതിൻ്റെ അകത്ത് വിത്ത് മുളച്ചിട്ട് ചെടി ഉണ്ടാവുന്നൊക്കെയാണ് പറയണത് എന്നല്ല, ഉണ്ടാവുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പെന്നിൻ്റെ ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പാറ്റേൺ പേപ്പറിൻ്റെ ഒരു പീസ് തന്നെ എടുത്തിട്ട് ഞാനിപ്പോൾ ഇതിൽ കാണിച്ച പോലെ പെന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ആ സൈഡ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി, അങ്ങോട്ട് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. സംഭവം ഏതായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നോർമൽ പെണ്ണ് യൂസ് ചെയ്യണ പോലെ അല്ലെങ്കിൽ അതിലും സുഖമായിട്ടുണ്ടേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.